സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി 40 ദിവസം മാത്രം. രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 4-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF പ്രചരണത്തിന് മുന്നേയാണ് പ്രമുഖ സ്ഥാനാർത്ഥികളെ മണ്ഡലം മാറ്റലടക്കം നടത്തി പരീക്ഷണവുമായി UDFും തൊട്ടു പിന്നാലെയുണ്ട്. NDAയും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചരണത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നു. രജീഷ്, ശക്തമായ പ്രചരണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ 40 ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി. ഈ ഒരു സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോടുകൂടിയുള്ള പ്രചരണ രീതികൾ തന്നെയാണ് മുന്നണികൾ ഇറക്കുന്നത്. അക്ഷയ, ഇന്നേക്ക് 40-ാം നാളാണ് ജനവിധിയെഴുത്ത് എന്ന് നമുക്ക് പറയാവുന്ന തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട തീയതിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 28-ഓടുകൂടി വിജ്ഞാപനവും, തുടർന്ന് ഏപ്രിൽ 4 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി. 5-ാം തീയതിയാണ് സൂക്ഷ്മ പരിശോധന. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കേരളത്തിലെ പ്രചരണ പരിപാടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പറയുക, നേരത്തെ തന്നെ UDFും LDFും സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ പരിപാടിയിലൊക്കെ നേരത്തെ തന്നെ കടന്നു കഴിഞ്ഞാണ്. എനിക്ക് തോന്നുന്നു ഒരുപടി മുന്നിൽ ഇടതുമുന്നണി തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്താണെങ്കിലും മറ്റ് മണ്ഡലങ്ങളിലാണെങ്കിലും ഒക്കെ നേരത്തെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിച്ച് പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. അതിനൊക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരുന്നു ഇപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ പിന്നീട് വന്നത്. NDAയും അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. തലസ്ഥാന നഗരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ചൂട് പിടിച്ച പ്രചരണ പരിപാടിയിലേക്ക് തലസ്ഥാനമൊക്കെ കടക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെയാണ് ഇലക്ഷൻ തീയതി സംബന്ധിച്ച പ്രഖ്യാപനം വന്നതിന് ശേഷം, അല്ലെങ്കിൽ അതിനുശേഷം ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചൂട് പിടിച്ച പ്രചരണ പരിപാടിയിലേക്ക് തലസ്ഥാനം മാറും. നിലവിൽ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് എന്ന ഒരു കാര്യം ഇടതുമുന്നണി ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിനോടുള്ള അവഗണന, ഇതെല്ലാമായിരിക്കും ഇടതുമുന്നണി ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും കേരളത്തിന് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു ഭരണമാറ്റം വേണം എന്ന കാര്യമായിരിക്കും ഇടതുമുന്നണി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും കേരളത്തിലെ പ്രചരണത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത ഉള്ളത്. കാരണം ഇപ്പോൾ ഉള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മറികടക്കണമെങ്കിൽ, അല്ലെങ്കിൽ BJP ഈ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നു എന്ന വലിയ ഒരു ആരോപണം കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി തുടർച്ചയായി ഇടതുമുന്നണി ഉയർത്തുന്ന ഒരു കാര്യമാണ്. CPMും മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഈ വിഷയം പലപ്പോഴായി ഉയർത്തിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മറികടക്കാനുള്ള തന്ത്രം, അല്ലെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ഇത്തവണത്തെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കേണ്ട കുടിശ്ശിക, അല്ലെങ്കിൽ കാർഷിക വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇത്തവണ ഉണ്ടാകും. റബ്ബർ വില വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ ഇത്തവണത്തെ പ്രകടന പത്രികയിൽ ഇടതുമുന്നണി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പ്രചരണ പരിപാടിയിലേക്ക് ഇടതുമുന്നണി കടന്നിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഒരു തീരദേശ മേഖലയും അതോടൊപ്പം തന്നെ നഗരമേഖലകളിലും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പ്രകടനമാണ് പന്ന്യൻ രവീന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാഹന പ്രചരണ ജാഥകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലും ഇടതു കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് ഇടതുമുന്നണി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂർ തിരുവനന്തപുരത്ത് നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി തിരുവനന്തപുരത്തിൻ്റെ MP ആയി പാർലമെന്റിലുള്ള ആളാണ് ശശി തരൂരും തീരദേശ മേഖലകളും അതോടൊപ്പം തന്നെ നഗരത്തിലും അതോടൊപ്പം തന്നെ പ്രകടന പത്രികയും ഒക്കെ ഉയർത്തി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളൊക്കെ ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്ന് കൺവെൻഷനിലൊക്കെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹവും പ്രചരണ പരിപാടികളിൽ ഒരു പടി കൂടി മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരാണ് BJP NDA സ്ഥാനാർത്ഥിയായി തലസ്ഥാന നഗരത്തിൽ മത്സരിക്കാൻ എത്തുന്നത്. അത് ഏറ്റവും പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കപ്പെടുന്ന ഒരു മണ്ഡലമായി ഇതോടുകൂടി തലസ്ഥാന നഗരം മാറുകയാണ്. കാരണം കേന്ദ്രമന്ത്രി തന്നെ തലസ്ഥാന നഗരത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അത് കഴിഞ്ഞ തവണ തിരുവനന്തപുരം മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയ BJP ഇത്തവണ 1ാം സ്ഥാനം നേടി പാർലമെന്റിലേക്കുള്ള ആദ്യ BJP പ്രതിനിധിയായി മാറാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിലാണ് രാജീവ് ചന്ദ്രശേഖരും ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വാശിയേറിയ ഒരു മത്സരം തന്നെ ഇത്തവണയും തിരുവനന്തപുരത്ത് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വോട്ടുകൾ എങ്ങോട്ട് മറിയും, അല്ലെങ്കിൽ നാടാർ വോട്ടും അതോടൊപ്പം തന്നെ നായർ വോട്ടുകളുമൊക്കെ ഏറെയുള്ള ഈഴ വോട്ടുകൾക്കൊക്കെ ഒരു സാധ്യതയുള്ള മണ്ഡലമാണ് തലസ്ഥാന നഗരം. അപ്പോൾ
ആർക്കൊക്കെ ഈ വോട്ടുകൾ പോകും, വീതിച്ചു പോകും, ക്രൈസ്തവ വോട്ടുകൾ എന്ത് നിലപാടായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക എന്നൊക്കെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ക്രൈസ്തവ വോട്ടുകൾ ഏറെ പോയത് ശശി തരൂരിനായിരുന്നു. ഇത്തവണയും അദ്ദേഹത്തിന് അത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയിക്കാൻ കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയസാധ്യത ആർക്കെന്ന് തുടക്കത്തിൽ പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചരണ പരിപാടികളും അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള വാഹന പ്രചരണ ജാഥകളും ഒക്കെയായി സ്ഥാനാർത്ഥികൾ തിരക്കിലേക്ക് പോകും. 4-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഉള്ളത്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിലൊക്കെ തലസ്ഥാന നഗരത്തിൽ കടക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലമാണ്. അവിടെയും കേന്ദ്രമന്ത്രി തന്നെയാണ് BJP ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്. വി മുരളീധരൻ അവിടെ പ്രചരണ പരിപാടികൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനും മറ്റു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും മുമ്പ് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരന്റെ സാന്നിധ്യം അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞാണ്. അവിടെ BJP പരിപാടികളും അതോടൊപ്പം തന്നെ മറ്റു പൊതുപരിപാടികളും ഉദ്ഘാടന ചടങ്ങിലൊക്കെ സ്ഥിരമായി ഒരു സാന്നിധ്യമായി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം അതിനുള്ള സാഹചര്യമൊക്കെ ഒരുക്കിയിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനായിരുന്നു മത്സരിക്കാനുണ്ടായിരുന്നത്. ശക്തമായ മത്സരം അന്ന് ശോഭാ സുരേന്ദ്രൻ അവിടെ കാഴ്ചവെച്ചു. 2.5 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളായിരുന്നു അന്ന് ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയത്. ഒരുപക്ഷെ ആ വോട്ടുകൾ ഉയർത്തിക്കൊണ്ടുവരാനും ഒരുപക്ഷെ വിജയം നേടാനും ഉള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് വി മുരളീധരനും എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ അവിടെ BJP പ്രവർത്തകരൊക്കെ അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വി ജോയ് വരുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ഒരു മാറ്റം അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വി ജോയിയെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അവിടെയും ശക്തമായ പ്രചരണ പരിപാടികൾ ഇടതുമുന്നണിയും UDF-ഉം ആരംഭിച്ചു കഴിഞ്ഞു. UDF-ന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണത്തെ MP തന്നെയാണ് അവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് അടൂർ പ്രകാശും കഴിഞ്ഞ തവണ ജനങ്ങൾക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടുകൂടി സുപരിചിതമായ ഒരു മുഖമായി ആ മണ്ഡലത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ്. ഒന്ന് CPM ജില്ലാ സെക്രട്ടറിയെ തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിവേരുകളിൽ അല്ലെങ്കിൽ പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും ഉറപ്പിക്കാൻ വി ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ CPM-നും ഇടതുമുന്നണിക്കും കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവിടെ വി മുരളീധരൻ മത്സരിക്കാൻ എത്തുമ്പോൾ BJP വോട്ടുകൾ കഴിഞ്ഞ തവണ കിട്ടിയ 2.5 ലക്ഷം വോട്ടുകൾ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഉണ്ടാകും. അത്തരത്തിൽ വാശിയേറെ പ്രചരണ പരിപാടികൾ അവരെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ അങ്ങനെ കൂടുതൽ വോട്ടുകൾ ഒരുപക്ഷെ BJP-ക്ക് ഇത്തവണ പിടിക്കാൻ കഴിഞ്ഞാൽ അത് UDF-ന്റെ വോട്ടുകളാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്ര നേതാക്കളുടെ ഒഴുക്ക് തന്നെയാണ് കേരളത്തിലേക്ക് കാണാൻ സാധിക്കുന്നത്. BJP ഒരക്കൗണ്ടെങ്കിലും തുറക്കുമോ എന്നൊരു ആകാംക്ഷയിലുമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അത് ആ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ ആദ്യമായി കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കാണുന്നൊരു മണ്ഡലമാണ് BJP കാണുന്നൊരു മണ്ഡലമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആറ്റിങ്ങൽ മണ്ഡലം. അവിടെ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ്. മറ്റൊരു മണ്ഡലം അവർ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ അവരേറെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ സുരേഷ് ഗോപിയും VS സുനിൽകുമാറും മത്സരിക്കാൻ എത്തുമ്പോൾ UDF-നായി K മുരളീധരനെ കടത്തിലെത്തുന്നത്. കാര്യം ഒരു പോരാളിയായി അല്ലെങ്കിൽ ഒരു ചാവേറായി എന്നും മുന്നിൽ നിൽക്കുന്ന UDF-ന്റെ ഒരു പടനായകൻ എന്നൊക്കെ പലപ്പോഴും UDF-നകത്ത് വിശേഷിപ്പിക്കുന്ന ഒരാളാണ് K മുരളീധരൻ കൂടി അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ ത്രികോണ മത്സരത്തിനുള്ള എല്ലാ കളവും തൃശ്ശൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും സുരേഷ് ഗോപി തന്നെ മത്സരിച്ചു, പക്ഷേ അന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ വിജയം അല്ലെങ്കിൽ തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ ഏറെ പ്രസക്തമായ രീതിയിൽ ട്രോളുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും അദ്ദേഹം പറയുന്നതാണ് ഞാൻ ഇത് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രചരണ പരിപാടികളിലേക്ക് സുരേഷ് ഗോപി കടന്നിരിക്കുന്നത്. അവിടെ മണ്ഡലം പിടിച്ചെടുക്കാൻ ഇത്തവണ ഇടതുമുന്നണി നിയോഗിച്ചിരിക്കുന്നത് CPI-യുടെ VS സുനിൽകുമാറെയാണ്. സുനിൽകുമാർ വരുമ്പോൾ നമുക്കറിയാം ഇതിനു മുമ്പ് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു, ഒരു സമന്വിത നേതാവാണ്, മറ്റ് CPI നേതാവ് ആണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ആരോപണങ്ങളൊന്നും ഉണ്ടാകാത്ത അല്ലെങ്കിൽ ഒരു ജനസമ്മതനായ നേതാവിനെ തന്നെ അവിടെ കളത്തിലിറക്കുമ്പോൾ അവിടെ മണ്ഡലം പിടിച്ചെടുക്കുന്ന ദൗത്യം UDF ഏൽപ്പിച്ചിരിക്കുന്ന K മുരളീധരൻ കൂടി അവിടെ കളത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും അവിടെയും ഒരു വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രചരണ പരിപാടികളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു മണ്ഡലമാറ്റത്തിലൂടെയാണ് K മുരളീധരൻ അവിടെ എത്തിയിരിക്കുന്നത്. കൃത്യമായ ഒരു തന്ത്രം കോൺഗ്രസ് അവിടെ പയറ്റിയിരിക്കുകയാണ്. കാരണം മറ്റ് ഏത് സ്ഥാനാർത്ഥികളെക്കാളും കൂടുതൽ ശക്തനായ ഒരാളെ തന്നെ അവിടെ നിലനിർത്തുക എന്നായിരുന്നു മണ്ഡലം നിലനിർത്താനായി UDF ചെയ്യേണ്ടത്, കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്. അത് കൃത്യമായി തന്നെ ആ സമയത്ത് അവർ ചെയ്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ രീതിയിലെടുത്ത ഒരു തീരുമാനമാണ് കോൺഗ്രസിൻ്റെ തൃശ്ശൂരിൽ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ ഒരു വലിയ
വലിയ രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു തന്ത്രം തന്നെയാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് പയറ്റിയിരിക്കുന്നത്. മറ്റൊരു മണ്ഡലം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഒന്ന് പാലക്കാട് മണ്ഡലമാണ്. അവിടെ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി പ്രചരണത്തിനായി എത്തുകയും ചെയ്യുന്നുണ്ട്. സി കൃഷ്ണകുമാറാണ് BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ എത്തുന്നത്. അവിടെയും ഒരു പക്ഷേ ഏറെ പ്രതീക്ഷയോടെ BJP കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് മണ്ഡലവും. അവിടെയും കാലങ്ങളായുള്ള വോട്ട് വീതം BJP വോട്ടുകൾ ഓരോ തവണയും കൃത്യമായ തോതിൽ അവർ വർദ്ധിപ്പിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് ജില്ലയിലെ മണ്ഡലം. കഴിഞ്ഞ തവണയും ഒരു എന്താ പറയുക ശക്തമായ മത്സരം BJPക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. ഇത്തവണയും അവർ ശ്രീ കൃഷ്ണകുമാറിനെ കളത്തിലിറക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ വോട്ട് കൃത്യമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഒരുപക്ഷെ വിജയപ്രതീക്ഷയോടെ തന്നെ പ്രചരണ പരിപാടികൾ അവർ നടത്തുകയും ചെയ്യുന്ന മറ്റൊരു മണ്ഡലം പാലക്കാടാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുമുന്നണിക്കായി വിജയരാഘവനാണ് അവിടെ മത്സരിക്കാൻ എത്തുന്നത്. ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് വിജയകുമാർ. UDF സ്ഥാനാർത്ഥി ശ്രീകണ്ഠനാണ്. ശ്രീകണ്ഠൻ അവിടെ നമുക്കറിയാം കഴിഞ്ഞ തവണ വിജയിച്ച് ലോക്സഭയിൽ പോയ വ്യക്തിയാണ്, സിറ്റിംഗ് MP ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മുഖപരിചിതം അവിടെയുണ്ട്. എന്തായാലും ഒരു ത്രികോണ മത്സര സാധ്യത ഉള്ള മണ്ഡലമായി പാലക്കാട് മാറുകയാണ്. നാളെ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി കൂടി റോഡ് ഷോയ്ക്ക് എത്തുമ്പോൾ തൃശ്ശൂരിൽ കൂടുതൽ ആവേശം BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത്. കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ അതായി മാറും. പിന്നീട് ഒന്ന് വടകര മണ്ഡലമാണ്. KK ശൈലജ കൂടി സ്ഥാനാർത്ഥിത്വമായി അവിടേക്ക് വരുന്ന സമയത്ത് ഷാഫി പറമ്പിലിയാണ് അവിടെ എതിരാളിയായി UDF അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. വടകര മണ്ഡലത്തിലും ശക്തമായ LDF UDF മത്സരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് 2 സീനിയർ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ പത്തനംതിട്ട നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2009 മണ്ഡലം നിലവിൽ വന്ന മുതൽ ആന്റോ ആന്റണിയാണ് അവിടെ MP ആയി ലോക്സഭയിലേക്ക് പോയിരിക്കുന്നത്. അവിടെ തോമസ് ഐസക്കാണ് സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിക്കായി മത്സരിക്കാൻ എത്തുമ്പോൾ അവിടെയും ഒരു ശക്തമായ മത്സരമാണ്. കാരണം കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഇത്തവണയും ആന്റണിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു വിമിഷ്ടമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും നമുക്ക് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു വാശിയേറിയ മത്സരം ഇത്തവണ ഉണ്ടാകും. ഒരുപക്ഷെ ഇടതുമുന്നണി ഏറെ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലം ഒന്നായി പത്തനംതിട്ടയും മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അക്ഷയ. ശരി, എന്തായാലും രജീഷും വളരെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലെ വാർത്തകൾ പറഞ്ഞത്. ഈ ഒരു പ്രഖ്യാപനവും അതിനു മുമ്പോടുള്ള സ്ഥാനാർത്ഥികളുടെ വലിയ മാറ്റങ്ങളും മുന്നണികളിലെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്നുള്ളതും വലിയ ചർച്ചയാകേണ്ട കാര്യം തന്നെയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഇനിയും തെരഞ്ഞെടുപ്പ് രംഗങ്ങൾ ചൂടുപിടിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. വിവരങ്ങളാണ് രജീഷ് നരിക്കുനി നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.